ബിഗ് ബോസ് സീസൺ 7 മലയാളം. അപ്പോൾ ഇന്ന് രാവിലെ ക്യാപ്റ്റൻസി ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റൻസി മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര്യൻ, അനുമോൾ, സാബുമാൻ. അപ്പോൾ ഇത്രയും പേരാണല്ലോ. അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ പേരെന്ന് പറയുന്നത് പിടിവള്ളിയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കയറ് കൊടുക്കും ഇവർക്ക്. ആ കയറിൽ 3 അടയാളങ്ങളുണ്ടായിരിക്കും. ആ 3 അടയാളങ്ങളിലായിട്ട് ഓരോ മത്സരാർത്ഥിയും അതിൽ ഒരൊറ്റ കൈ വെച്ചിട്ടേ പിടിക്കാവൂ. അവരവരുടെ ഒറ്റ കൈ പിടിക്കുക. പക്ഷേ ആ പിടിച്ച കൈ അതിൽ നിന്ന് വിടാൻ പാടില്ല. അപ്പോൾ രാവിലെ തുടങ്ങിയാണ്, ഇതുവരെയായിട്ട് ആരും ജയിച്ചിട്ടില്ല. അപ്പം ഇതിനു മുന്നേ ഇത് അനൗൺസ് ചെയ്ത സമയത്ത് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു എൻഡ്യൂറൻസ് ടാസ്ക്കാണ്. അതായത് ഫിസിക്കൽ അസോൾട്ടിലോട്ട് പോകാൻ പാടില്ല. നമ്മൾ പ്രൊവോക്ക് ചെയ്ത് അയാളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക, അതായത് കൈ എടുപ്പിക്കുക. അതാണ് ഗെയിം. ആ കൈ എടുക്കുന്ന ആൾ അതിൽ നിന്ന് ഔട്ടായി പോകും. ഇതാണ് ഗെയിം. അപ്പോൾ ഞാൻ രാവിലെ മുതൽ നോട്ടീസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മീൻസ് നടുക്ക് നിൽക്കുന്ന ആൾ ആര്യനും അതിൻ്റെ അപ്പുറവും നിൽക്കുന്നത് സാബുമാനും പിന്നെ അനുമോളും ആണ്. ഈ ആര്യൻ ഏത് നേരവും ഈ അനുമോളിനെ ഇങ്ങനെ തൊട്ട് തലോടി ഇങ്ങാണ് നിൽക്കുന്നത്. ഈ ആര്യൻ്റെ ഒരു പ്രധാന ക്യാരക്ടറാണിത്. ഏത് നേരവും പെൺകുട്ടികളെ തൊട്ട് തലോടിയില്ലെങ്കിൽ അവന് ഉറക്കം വരില്ല. പ്രത്യേകിച്ച് അനുമോളിനെ ചൊറുകില്ലെങ്കിൽ ഉറക്കം വരില്ല. അനുമോൾ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് എന്നെ തൊടരുത്. എന്നിട്ടും അതേ സെയിം തിങ് തന്നെയാണ് ആര്യൻ ചെയ്യുന്നത്. ഓക്കെ, ശരിയാണ്, ഇത് പ്രൊവോക്കിംഗ് ഗെയിമാണ്. പക്ഷേ അത് ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി. കാരണം അവിടെയുള്ള കുറേ പേർക്ക് അനുമോൾ ക്യാപ്റ്റൻ ആകാതിരിക്കാനാണ് അവിടെ ശ്രമിക്കുന്നത്. പക്ഷേ ഇതിലൊന്നും അനുമോൾ വീഴുന്നില്ല. ദ വേ ഷീ സ്റ്റൂഡ് ഫോർ ദിസ് ഗെയിം, അത് പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര ഒരു ഗെയിമർ സ്പിരിറ്റ് ഞാൻ അനുമോളിൽ കണ്ടു. പറയേണ്ടത് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മെയിൻലി ഇപ്പോൾ രാവിലെ തുടങ്ങിയതാണ് ഗെയിം. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ പാത്രം കഴുകി വയ്ക്കാനായിട്ട് വന്ന സമയത്ത് നെവിൻ ഇതിൻ്റെ ഇടയിൽ പാത്രം കഴുകാനായിട്ട് വന്നു. അപ്പോൾ പാത്രം കഴുകാൻ വന്നപ്പോൾ ഈ കയറിൻ്റെ, അതായത് ഇവർ പിടിച്ചിരിക്കുന്ന കയറിൻ്റെ നടുവിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ അനുമോൾ, മറ്റേ സൈഡിൽ ആര്യനും ആരുമായിപ്പോയി, സാബുമാനുമായിപ്പോയി. അപ്പോൾ അനുമോൾക്ക് അവിടെ നിന്ന് പോകണമെന്ന് പറയുന്നുണ്ട്. നെവിൻ വിടുന്നില്ല. അപ്പോൾ ഇവർക്ക് വലിച്ചെടുക്കാനും പറ്റത്തില്ല. അപ്പോൾ അനുമോൾ എന്താ ചെയ്തത്, ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ, അതായത് നെവിനെ ഫേസ് ചെയ്തുകൊണ്ട് തന്നെ ആ കയറിനെ മുകളിൽ വഴി എടുക്കാൻ നോക്കിയപ്പോൾ നെവിൻ അതിൽ ചുറ്റിക്കറങ്ങി അവിടെ ആ കിച്ചണിലങ്ങ് കിടപ്പായി. അവസാനം അനുമോളുടെ കൈ